ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ ഹംഗ്രി കുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഒഴിച്ചുകറിയാണ്. പരിപ്പും മാങ്ങ ഒഴിച്ചുകറി. ഇതും ഒരു പപ്പടം ഉണ്ടെങ്കിൽ നമുക്ക് അസലായിട്ട് ചോറ് കുറേ കഴിക്കാൻ പറ്റും. അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അരക്കപ്പ് പരിപ്പെടുത്തു. എന്നിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കുക. ഒറ്റ വിസിൽ മതി. ഇതിൻ്റെ പാകം അതാണ്, വെന്ത് കുഴയരുത്. നമുക്ക് കറിയിൽ ഇങ്ങനെ പരിപ്പിനെ കടിക്കാൻ കിട്ടണം. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. അതിനിടയിൽ നമുക്ക് ഒരു ചീനച്ചട്ടി വയ്ക്കുക. അത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് നാടൻ വിഭവമാണല്ലോ, അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ വെജ് കറി താളിക്കുന്നത് പോലെ നമുക്ക് കടുക്, മുളക്, വേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1.5 ടീസ്പൂൺ കടുക് ചേർക്കാം. 4-5 വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒരുവിധം നമ്മുടെ എല്ലാ ഒഴിച്ചുകറികളുടെയും താളിപ്പന്നെയാണ്. ഇനി അതല്ലാതെ മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് മൂവാണ്ടമാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ മൂവാണ്ടമാങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്തതാണ് എടുത്തിരിക്കുന്നത്. അധികം പുളിയുള്ളതാണെങ്കിൽ നിങ്ങളൊരു പകുതി മാങ്ങയൊക്കെ എടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് മാങ്ങ വേവാൻ ആവശ്യവും പിന്നെ ഇത് ഒഴിച്ചുകറിയാണ്. അപ്പോൾ അത് കൂടെ ചേർത്തിട്ട് നമുക്ക് ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് തിളച്ച ഉടനെ തന്നെ വേവും. അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അരക്കപ്പ് പരിപ്പ് എടുത്താലും നിങ്ങൾക്ക് ചാറ് എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളിതിലേക്ക് പരിപ്പ് ചേർക്കുക. ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ട് ചേർക്കും, എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ആദ്യം നമ്മൾ സ്പൂൺ കൊണ്ട് കോരിയിട്ട് ഈ കറിയിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പാകമായി ഇതിൻ്റെ ചാറ് പാകമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പരിപ്പ് ചേർക്കുന്നത് നിർത്താം. അതല്ല ഇനിയും വേണമെങ്കിൽ അതുപോലെ കുറച്ച് കട്ടിയിലുള്ള കറിയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ മാങ്ങ വേവിക്കുമ്പോൾ ഇത്ര വെള്ളം ചേർക്കണ്ട, കുറച്ച് വെള്ളം ചേർത്താൽ മതി. പിന്നെ പരിപ്പും കൂടി ചേർന്ന് പിന്നെ തേങ്ങ പാൽ ചേർക്കാതെ തേങ്ങ അരച്ച് ചേർക്കുക. അപ്പോൾ നല്ല കട്ടിയിലുള്ള പരിപ്പും മാങ്ങാക്കറി കിട്ടും. ഞാൻ ഈ പരിപ്പ് മുഴുവനായി ചേർത്തു. എനിക്ക് നല്ല ഒഴിച്ച് കറിയായിട്ട് കഴിക്കാനാണ് ഇഷ്ടം. ഇനി ഈ പരിപ്പും ഇതിലൊന്ന് ചേരണം. അപ്പോൾ നേരത്തെ നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിരുന്നു. ഇപ്പം ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തു. അപ്പോഴാണ് കറക്റ്റ് പാകമായത്. കാരണം നമ്മൾ പരിപ്പ് ചേർക്കുമല്ലോ, അപ്പോൾ നമുക്ക് പരിപ്പിൽ ഉപ്പ് ചേർക്കാത്തത് കൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് വേണ്ടേ. ഇനിയിപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ആ സമയത്ത് ഞാനിത് കുറച്ച് കോരി മാറ്റി വെച്ചു. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാതെയും തേങ്ങ അരച്ച് ചേർക്കാതെയും നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ കറി. ഇത് വെറുതെ ചോറിൻ്റെ ഒപ്പം രസം പോലെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ്. അപ്പോൾ ഞാനതുകൊണ്ട് കുറച്ച് മാറ്റി വെച്ചു. ഇനി നമുക്ക് ബാക്കി കറിയിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ട് അരച്ചിട്ടായാലും ചേർക്കാം. ഇതൊന്ന് തിളവന്നാൽ ഉടനെ നമ്മുടെ ഒഴിച്ചുകറി റെഡിയായി. ഇപ്പം ഈ മാങ്ങ ചേർത്തതിൻ്റെ ഒപ്പം നമുക്ക് മുരിങ്ങക്കായ ചേർക്കാം, കുമ്പളങ്ങ ചേർക്കാം, വെള്ളരിക്ക ചേർക്കാം, പിന്നെ കയ്പ്പയ്ക്ക ചേർക്കാം. ഒക്കെ ചേർത്തിട്ട് നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള കറികൾ ഉണ്ടാക്കാം. റെസിപ്പി ഇത് തന്നെ. ഈ മാങ്ങയുടെ ഒപ്പം ഈ കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അടിപൊളി റെസിപ്പിയാണ്.